വിജയകുമാർ മഹാനായ സഖാവ്, സമരനായകൻ, പുന്നപ്ര വയലാർ കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരി, ഇതൊക്കെ തന്നെ നമ്മുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തുന്ന വി എസിനെ അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. ഇതിഹാസ തുല്യമായ ഒരു ജീവിതം മരണത്തോടെ അങ്ങനെ അവസാനിക്കില്ല എന്ന് വി എസിനെ ഓർക്കുന്നവരൊക്കെ വിളിച്ചു പറയുന്ന ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വി എസിന്റെ പോരാട്ടങ്ങളാണ് ഇനി ബാക്കിയാവുന്നത്. അത് തലമുറകളെ ഇതിനോടകം പ്രചോദിപ്പിച്ചതാണ് ആ പോരാട്ടം. ഇനി വരാനിരിക്കുന്ന എത്രയോ തലമുറകളെ അത് പ്രചോദിപ്പിക്കുന്നതാണ് വി എസിന്റെ ആ പോരാട്ടം. ഇനി ബാക്കിയുള്ളത് കേരളത്തിന്റെ സമരനായകനാണ് വി എസ് എന്ന നമ്മളുടെ അനശ്വരമായ ഓർമ്മകൾ. കേരളത്തിന്റെ സമരനായകനാണ്, കേരളത്തിലെ പാവങ്ങളുടെ പടത്തലവൻ എന്ന് വി എസിനെ വിളിക്കുന്ന തലമുറകളാണ് ഇനി വരാൻ പോകുന്നത്. കേരളത്തിന്റെ സമരങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ വി എസ് പോരാട്ടം നയിച്ച സമരങ്ങൾ അത് നമ്മളുടെ കൺമുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു തന്നെ നിൽക്കും. അതിൽ ജയവും പരാജയവും ഒന്നും ആയിരുന്നില്ല വി എസിന്റെ പ്രശ്നം. വി എസ് അതിലെടുത്ത നിലപാടുകൾ തന്നെയായിരുന്നു. അങ്ങനെ നിലപാടുകൾക്ക് വേണ്ടി പോരാട്ടം നടത്തിയ വി എസ് ആണ് ഇനി നമ്മളെ നയിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ സമര കേരളത്തെ നയിക്കാൻ പോകുന്നത്. പാവങ്ങൾക്ക് വേണ്ടി, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി, ഭൂമിക്ക് വേണ്ടി, പ്രകൃതിക്ക് വേണ്ടി, മണ്ണിന് വേണ്ടി, മനുഷ്യന്റെ അന്തസ്സ് നിലനിർത്തുന്നതിന് വേണ്ടി വി എസ് അച്യുതാനന്ദൻ എന്ന പോരാളി നടത്തിയ, എന്ന ഇതിഹാസതുല്യമായ ജീവിതം കാഴ്ചവെച്ച പോരാളി നടത്തിയ സമരങ്ങളായിരിക്കും ഇനി കേരളത്തെ നയിക്കാൻ പോകുന്നത്. അതാണ് അടുത്ത വരാനിരിക്കുന്ന തലമുറകളെ പ്രചോദിപ്പിക്കാൻ പോകുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് ആ ചിത ഇങ്ങനെ കത്തി എരിയുന്നത്. പക്ഷേ ആ ചിത മാത്രമാണ് കത്തി എരിയുന്നത്. പക്ഷെ വി എസിന്റെ ഓർമ്മകൾക്ക് മരണമില്ല, വി എസ് നടത്തിയ പോരാട്ടങ്ങൾക്ക് മരണമില്ല, വി എസ് കുറിച്ചിട്ട വരികൾക്ക് മരണമില്ല. അതൊക്കെ എത്രയോ തലമുറകളെ പ്രചോദിപ്പിച്ചുകൊണ്ട് ഈ നാടിൻ്റെ ആത്മാവിൽ, ഈ നാടിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി ഇതിനോടകം തന്നെ മാറിയിട്ടുണ്ട്. വലിയ ചുടുകാടിന് പുറത്ത് മതിലിന് സൈഡിൽ നിൽക്കുമ്പോൾ SKN ആ ചിത ഇങ്ങനെ ആളിക്കത്തുന്നതിൻ്റെ പുകച്ചുരുടുകൾ ആകാശത്തേക്ക് ഈ വലിയ മഴയ്ക്കിടയിലും ഉയർന്നു പൊങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ആ ചിതയുടെ പുകച്ചുരുളുകൾ ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങുന്നതിൻ്റെ അതിനേക്കാൾ വലിയ ശക്തിയിൽ ഇല്ല വി എസ് മരിക്കില്ല, റെഡ് സല്യൂട്ട് കൊമ്രേഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രിയ സഖാക്കളുടെ തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിലുള്ള മുദ്രാവാക്യം വിളികളും നമ്മൾ കേൾക്കുന്നുണ്ട്. കണ്ണേ കരളെ വി എസ് ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്ന മുദ്രാവാക്യം ഒരു പക്ഷേ കഴിഞ്ഞ 48 മണിക്കൂർ കേരളം ഇങ്ങനെ അങ്ങോളം ഇങ്ങോളം കേരളത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിലും നഗരങ്ങളിലും തെരുവോരങ്ങളിലും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരു പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും ഒരു മുദ്രാവാക്യം എന്ന നിലയിൽ തുടർച്ചയായി കേട്ടുകൊണ്ടിരുന്ന ഒരു വാചക ഘടന നമ്മളുടെ ചരിത്രത്തിൽ ഒരു പക്ഷേ രേഖപ്പെടുത്തിയിട്ടുണ്ടാകില്ല. നമ്മൾ പല രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് രാഷ്ട്രീയ മുദ്രാവാക്യമല്ല. വി എസ് എന്ന ഒരു ജനനേതാവിന് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർ നൽകുന്ന ഒരു പ്രതികരണമാണ്, ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു പ്രതികരണമായിരുന്നു കണ്ണേ കരളെ വി എസ് ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതത്തിൽ അത്തരം വ്യക്തിഗതമായ മുദ്രാവാക്യങ്ങൾക്കൊന്നും ഒരു സ്ഥാനവുമില്ലെന്ന്. അങ്ങനെയൊക്കെ പറയുമ്പോഴും വി എസ് എന്നത് അതിനൊക്കെ അപ്പുറത്തേക്ക് വളർന്ന ഒരു വലിയ ഒരു വൻമരമായി, ഒരു വലിയ ഒരു അത്ഭുതമായി നമ്മളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. മരണത്തിന് തോൽപ്പിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്. അദ്ദേഹം മരണത്തെ ഒന്നിലധികം തവണ തോൽപ്പിച്ച ചരിത്രം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പൊതുപ്രവർത്തന ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മരണത്തിന് വി എസിനെ തോൽപ്പിക്കാൻ കഴിയില്ല. ആ മരണത്തിനൊക്കെ അപ്പുറത്തേക്ക് വി എസ് മുന്നോട്ട് വെച്ച പോരാട്ടങ്ങളുടെ കഥ, വി എസ് നയിച്ച സമര പരമ്പരകളുടെ കഥ, വി എസ് നടന്നുപോയ വലിയ വഴിത്താരകളിലെ അനുഭവങ്ങളുടെ കഥയൊക്കെ നമ്മളുടെ മുന്നിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ചിത അങ്ങനെ ആ വലിയ ചുടുകാടിലെ പുന്നപ്ര വയലാർ അനശ്വര രക്തസാക്ഷികൾക്കൊപ്പം അദ്ദേഹത്തിൻ്റെ ചിതയും ഇങ്ങനെ കത്തി അമരുമ്പോൾ അദ്ദേഹം പാർട്ടി അംഗമായത് സഖാക്കളുടെ സഖാവെന്ന പി കൃഷ്ണപിള്ളയുടെ കയ്യിൽ നിന്നാണ് പാർട്ടി അംഗത്വം വാങ്ങിയത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരുനാഥൻ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അങ്ങനെ പി കൃഷ്ണപിള്ളയൊക്കെ ഉറങ്ങുന്ന ആ മണ്ണിൽ വി എസും കുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഓർമ്മകളുടെ ആകാശത്ത് വിപ്ലവ നക്ഷത്രമായി വി എസ് അച്യുതാനന്ദൻ തുടരും. ആരായിരുന്നു വി എസ് എന്ന് ചോദിച്ചാൽ അവർക്കൊക്കെ ഒരു ഉത്തരം കിട്ടും. ഒരു നേരായിരുന്നു വി എസ് അച്യുതാനന്ദൻ. 8.5 പതിറ്റാണ്ട് കാലം കേരളത്തിൻ്റെ നേരായി മാറിയ വി എസ് അച്യുതാനന്ദൻ നമുക്കെല്ലാവർക്കും നമ്മുടെ മനസ്സുകളിൽ ജീവിക്കുന്ന നന്മയുള്ള മനുഷ്യസ്നേഹിയായ വി എസിനെ കുറിച്ച് ഓർമ്മിച്ചെടുക്കാൻ നമുക്ക് ഒരുപാടുണ്ടാകും. 8.5 പതിറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ മനുഷ്യന് നന്മ പകരാനും മനുഷ്യനെ
ധൈര്യത്തോടെ കൈപിടിച്ച് നടത്താനും ഒക്കെ ശ്രമിച്ച തൊഴിലാളികളെ സ്നേഹിച്ച ഒരു വലിയ മനുഷ്യൻ്റെ വിടവാങ്ങലിലാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. നമുക്കൊപ്പം ആഷ്മി താജ് ഇബ്രാഹിം കൂടി ചേരുന്നു. ആഷ്മി, നമുക്ക് ഈ നിമിഷം, ചരിത്രത്തിലേക്ക് ചേക്കേറുന്ന ഈ നിമിഷം VS കുറിച്ച് ഓർമ്മിക്കാൻ ഒരുപാടുണ്ട്. ഉറപ്പായും എസ്കേൻ അതെവിടെ പറഞ്ഞ് എവിടെ തീർക്കണമെന്നറിയാത്ത രീതിയിൽ അത്രയ്ക്കുണ്ട് എസ്കേൻ. സാധാരണഗതിയിൽ ചെന്ന ഒരു മനുഷ്യൻ 100 വയസ്സ് വരെ ജീവിച്ചാൽ അദ്ദേഹം പുറപ്പെടുവിക്കുന്ന ഓർമ്മകൾ ചെറുതാവില്ല. പിന്നെ VS പോലെ ഇത്രത്തോളം സമരകലുഷമായ അല്ലെങ്കിൽ ഇത്രത്തോളം സജ്ജമായ യൗവനവും കൗമാരവും ഒക്കെ പിന്നിട്ട് വാർദ്ധക്യത്തിലേക്ക് എത്തി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവും പാർട്ടി സെക്രട്ടറിയും ഒക്കെയായ ഇവൻ ഫുൾ ജീവിതം ബാക്കി വെച്ച ആൾ പോകുമ്പോൾ ആ 100 വർഷത്തെക്കുറിച്ച് പറയാൻ ഈ സമയമൊന്നും മതിയാവില്ല. എസ്കേൻ എന്തായാലും അത് മണ്ണിന് വേണ്ടി പോരാടിയ നേതാവാണ്. മണ്ണിൽ പണിയെടുത്തവരുടെ നോക്കും വാക്കുമായൊരു നേതാവാണ്. മണ്ണിനും മനുഷ്യർക്കുമെതിരെ ബലാത്കാരമുണ്ടായാലും ഏത് കുടികെട്ടിയവനായാലും മുഖം നോക്കാൻ നിലപാട് സ്വീകരിച്ചൊരു നേതാവാണ്. ഫ്രീ സോഫ്റ്റ്വെയറിനെ പറ്റി മറ്റാരും പറയുന്നതിന് മുമ്പ് പറഞ്ഞു തുടങ്ങിയ ഒരു നേതാവാണ്. യുവാക്കൾക്ക് വേണ്ടി സംസാരിച്ച നേതാവാണ്. 70-ാം വയസ്സിലും 17-ാം വയസ്സിലും യുവത്വം കാത്തു സൂക്ഷിച്ച നേതാവാണ്. അങ്ങനെ VS പറ്റി പറയാൻ എന്തൊക്കെയാണ് എസ്കേൻ ഇല്ലാത്ത. എന്തായാലും ആ VS ഓർമ്മയാകുന്നു. കണ്ണേകരളെ VS, ഞങ്ങളുടെ നെഞ്ചിൽ റോസാപ്പൂ എന്ന മുദ്രാവാക്യം ഇനി നമുക്ക് കേൾക്കാൻ കഴിയില്ല എസ്കേൻ. അത് VS ഉള്ള കാലത്തോളം മാത്രമാണ് ആ മുദ്രാവാക്യം കേൾക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അവസാന മണിക്കൂറുകൾ കേട്ട ആ മുദ്രാവാക്യത്തിൽ ആത്മരക്തം ചുവന്നിരുന്നു എസ്കേൻ. ആത്മരക്തം പുരണ്ടിരുന്നു. ഇവിടെ ഈ വലിയ ചുടുകാടിൽ തന്നെ ഇപ്പോൾ അനുസ്മരണ യോഗം തുടങ്ങിയിരിക്കുന്നു. എല്ലാ പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കളൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എസ്കേൻ്റെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, MA ബേബി അടക്കമുള്ളവർ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. VS പറ്റിയുള്ള അവരുടെ ഓർമ്മകൾ മരം പെയ്യുന്ന കണക്കെ ഒരുപാട് പറയാനുണ്ടല്ലോ എസ്കേൻ. ഇവരൊക്കെ സഹപ്രവർത്തകരാണ്. ദീർഘവർഷങ്ങളിലെ അനുഭവപരിചയം, ഓർമ്മകൾ പങ്കുവെക്കാനുള്ള ഓർമ്മകൾ പങ്കുവെച്ച് തുടങ്ങുന്നു നേതാക്കൾ ഓരോന്നായി. അതേസമയം വലിയ ചുടുകാട്ടിൻ്റെ നേരെ എതിർവശത്ത് ആ ചിത അങ്ങനെ എരിയുകയാണ്. ആ ചിത എരിഞ്ഞ് ആ വിപ്ലവ സൂര്യൻ്റെ അസ്തമനം നമ്മൾ കാണുന്നുണ്ട്. ഉറപ്പായും നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യനായാൽ ആ അസ്തമനമുണ്ട്. പക്ഷേ ഇവിടെ VS കാര്യത്തിൽ ഒരു വ്യത്യാസമുണ്ട് സ്കേൻ. അതങ്ങനെ അസ്തമിച്ച് പോവുകയല്ല, അത് കരിന്തിരിയായി പോവുകയല്ല. അതടുത്ത ഒരു വീര നക്ഷത്രമായി ഉദിച്ചു വരാൻ പോകുന്നു വിപ്ലവത്തിൻ്റെ ആകാശത്ത്. ഈ വലിയ ചുടുകാടിൻ്റെ ആകാശത്ത് ഒരു നക്ഷത്രമായി ഓർമ്മകളായി വരാൻ പോകുന്നു സ്കേൻ. അല്പസമയം ഇവിടെ അനുസ്മരണ വേദിയിൽ മൗനമാചരിക്കുന്നു നേതാക്കൾ. VS ഓർമ്മകളിൽ 2 നിമിഷം മൗനമാചരിക്കുകയായിരുന്നു സഖാക്കൾ. ഇവിടെ ഒരു ധീര രക്തനക്ഷത്രം ഉയർന്നു വരാൻ പോകുന്നു ഈ ആകാശത്ത്. ആ നക്ഷത്രം പറയും ഈ നാട്ടിൽ പാവപ്പെട്ടവൻ്റെ, ഈ നാട്ടിലെ കർഷക തൊഴിലാളിയുടെ, ഈ നാട്ടിൽ അടിമകുടിയാൻ ബോസ് നിലനിരുന്ന ആ കാലത്ത് ജന്മിമാരുടെ ക്രൂരമായ പീഡനങ്ങൾക്കിരയായി ശമ്പളം വാങ്ങുമ്പോൾ മർദ്ദനമേറ്റിരുന്ന ആ തൊഴിലാളികളെ നട്ടൽ വെക്കാൻ പഠിപ്പിച്ച ഒരു നേതാവിനെ പറ്റി ആ നക്ഷത്രം പറയും എസ്കേൻ. ധീരോദാത്തം സംസാരിച്ച നേതാവിനെ പറ്റി, പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ച നിസ്സമായൊരു ജീവിതത്തെ പറ്റി, ആത്മരക്തം കൊണ്ട് ആ പാവപ്പെട്ടവർക്ക് വേണ്ടി നിരന്തരം സംസാരിച്ചിരുന്ന, അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന, അധികാരത്തിലേക്ക് എത്തിയപ്പോൾ അവർക്ക് പ്രയോറിറ്റി കൊടുത്ത, പാവങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്ത മനുഷ്യനെ പറ്റി ആ നക്ഷത്രം വാചാലമായി സംസാരിക്കും. ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ദർബാർ ഹാൾ മുതൽ ഈ തിരുവനന്തപുരം വരെയുള്ള വിലാപയാത്രയുടെ ഇരുവരികളിലും തടിച്ചുകൂടിയ 10,000 ലക്ഷക്കണക്കിന് മനുഷ്യരിലേറെയും അടിസ്ഥാന വർഗമാണ് എന്ന് നമുക്ക് നിസ്സംശയം ഉറപ്പായും പറയാം. നമ്മൾ നേർക്കുനേർ സംസാരിക്കുമ്പോഴൊക്കെ അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ച നേതാവായിരുന്നു VS, ഞങ്ങളുടെ നാക്കായിരുന്നവനാണ് VS. ഈ VS വേണ്ടി ഇവിടെ ഈ പെരുമഴയെന്ന് കരുതി വീട്ടിലിരുന്നാൽ അതെന്തൊരു അനീതിയാകും, നീതികേടാകും. ഒരുപക്ഷെ VS കാണാത്തവൻ അല്ലെങ്കിൽ VS ഈ സമയത്ത് കാണാൻ കൊതിക്കാത്തവൻ ഒരു മലയാളിയല്ല എന്നുപോലും വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ അത്രത്തോളം VS കേരളത്തിന് സംഭാവനകൾ അത്രത്തോളം അനവധി നിരവധിയാണ്. കേരളത്തെ കേരളമാക്കിയതിൽ VS പങ്ക് ചെറുതേയല്ല. കേരളത്തെ VS വേർപിരിച്ച് എഴുതാൻ കഴിയില്ല. VS രാഷ്ട്രീയ ജീവിതം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ചരിത്രം തന്നെയാണത്. അത് സ്വാതന്ത്ര്യ സമരമാവട്ടെ, അത് കേരളപ്പിറവിയാവട്ടെ, അത് അടിയന്തരാവസ്ഥയാവട്ടെ, അത് അസംഖ്യം സമര പോരാട്ടങ്ങളാവട്ടെ, അത് ജന്മിത്വത്തിനെതിരായ പോരാട്ടമാവട്ടെ, അത് ഭൂമി തിരിച്ചു പിടിക്കലാവട്ടെ, അത് ഭൂമികയറ്റത്തിനെതിരായ പോരാട്ടമാവട്ടെ, അങ്ങനെ ഏത് പോരാട്ടങ്ങൾ കേരളത്തിൻ്റെ നാഴികക്കല്ല ഏത് പോരാട്ടങ്ങളിലും അതിൽ VS കരസ്പർശമുണ്ട്, VS പാദസ്പർശമുണ്ട് സ്കേൻ. ആ ഓർമ്മകൾ ബാക്കിയാക്കി സഖാവ് VS മടങ്ങുകയാണ് വലിയ ചുടുകാടിൻ്റെ ആകാശത്ത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരു P കൃഷ്ണപിള്ളയ്ക്കൊപ്പം ഒരു നക്ഷത്രമായി, ഒരു രക്തനക്ഷത്രമായി എല്ലാ കാലവും പാർട്ടി പ്രവർത്തകർക്ക്, അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക്, അനുഭാവികൾക്ക് ആവേശം പകരുന്ന ഒരു ധീരോദാത്ത ചരിത്രം പറയുന്ന രക്തനക്ഷത്രമായി ഈ വലിയ ചുടുകാടിൻ്റെ ആകാശത്ത് VS ഉദിച്ചുയർന്നു നിൽക്കുന്നുണ്ട്. ആ ഓർമ്മകൾ
ഓർമ്മകൾക്ക് മരണമില്ല, ആ ഓർമ്മകൾക്ക് മരണമേ ഇല്ല സ്കെയിൻ, ഉറപ്പാണ്. ആ ഓർമ്മകൾ ഈ കേരളമുള്ള കാലത്തോളം, ഈ മലയാളമുള്ള കാലത്തോളം, ഇവിടെ രാഷ്ട്രീയമുള്ള കാലത്തോളം, രാഷ്ട്രീയ വ്യവഹാരങ്ങളുള്ള കാലത്തോളം ആ ഓർമ്മകൾ നിലനിൽക്കും. ഒരുപക്ഷെ നമ്മുടെ ദൈനംദിന രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ VS-നെ പറ്റി നമ്മൾ ഇനിയും കാലങ്ങൾ പോലും പരാമർശിച്ചുകൊണ്ടേയിരിക്കും. അത് ഉറപ്പാണ്. കാര്യം അത്രത്തോളം ഇമ്പാക്ട്ഫുൾ രാഷ്ട്രീയമാണ് VS അച്യുതാനന്ദൻ ഇവിടെ പകർത്തുവെച്ചത്. അതിനുള്ള ഈ കഴിഞ്ഞ ഒരു 5-6 വർഷ കാലയളവിൽ VS അനാരോഗ്യം കാരണം ഒരു രാഷ്ട്രീയ മൗനത്തിലായിരുന്നു. ഏതെങ്കിലും ഒരു ദിവസം VS ഇല്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ VS ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ ചിന്തിക്കാത്ത, വാർത്താമുറികളിൽ ചിന്തിക്കാത്ത, ചർച്ചകളിൽ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും വിഷയങ്ങൾ പറയാത്ത ഒറ്റ ദിവസം പോലും കടന്നുപോയിട്ടില്ല. അപ്പോൾ ഇനിയും ആ VS മുന്നോട്ട് വെച്ച ആ പാവങ്ങളുടെ രാഷ്ട്രീയം, പാവങ്ങൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയം, അത് ശക്തമായി VS-ന് വേണ്ടി സംസാരിച്ചുകൊണ്ടേയിരിക്കുമെന്ന് എന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. VS മുന്നോട്ട് വെച്ച രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കെൽപ്പുണ്ട് എന്ന് പറയുകയായിരുന്നു സ്കെൻ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെരുവിൽ തടിച്ചുകൂടിയ 10,000 യുവാക്കളടക്കമുള്ളവർ, +2 വിദ്യാർത്ഥികൾ, 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ, അതിനും താഴെ പ്രായമുള്ള കുട്ടികൾ, ചെറിയ കുട്ടികളൊക്കെ പറയുകയാണ് ഞങ്ങൾക്ക് VS-നെ ഇഷ്ടമാണ്, VS മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഞങ്ങളുടെ ഹൃദയത്തിലെ രാഷ്ട്രീയമാണ്. വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.